ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടി ഫുട്ബോൾ ആണ് ലഹരി എന്ന പേരിൽ സംഘടിപ്പിച്ചു. മത്സരം കോളേജ് പ്രിൻസിപ്പൽ വിജു ശങ്കർ ഉദ്ഘാടനം ചെയ്തു. സമ്മാന വിതരണവും ബോധവൽക്കരണ ക്ലാസ് എടുക്കലും കായംകുളം ഡിവൈഎസ്പി ടി ബിനുകുമാർ നിർവഹിച്ചു. കായംകുളം ഗവൺമെന്റ് വനിതാ പോളിടെക്നിക് കോളേജ് നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി ഫുട്ബോൾ ആണ് ലഹരി എന്ന പേരിൽ സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി ഫുട്ബോൾ ഷൂട്ടൌട്ട് മത്സരവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. മത്സരം കോളേജ് പ്രിൻസിപ്പൽ വിജു ശങ്കർ ഉദ്ഘാടനം ചെയ്തു. വിവിധ ലഹരി പദാർത്ഥങ്ങളുടെ പിടിയിൽ അവർക്കും സ്വയം നശിക്കുകയും സമൂഹത്തിനാകെ ദോഷം സംഭവിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുക. ഇതിനെതിരെ വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മ, യുവതയുടെ ഒരു കൂട്ടായ്മ, ആ ലക്ഷ്യം മുൻനിർത്തി സംസ്ഥാന സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാൻ ആ ക്യാമ്പയിന്റെ ഭാഗമായാണ് ഇവിടെ ഇന്നൊരു ലഹരി വിരുദ്ധ പ്രോഗ്രാം നടത്തിയിട്ടുള്ളത്. വേൾഡ് കപ്പ് നടക്കുന്ന സമയമായതിനാൽ ഫുട്ബോളാണ് ലഹരി എന്ന ഒരു മുദ്രാവാക്യത്തിൽ ഒരു ബോധവൽക്കരണ പരിപാടി, ആ ബോധവൽക്കരണ പരിപാടി പ്ലാൻ ചെയ്തപ്പോൾ തന്നെ അത് നാഷണൽ സർവീസ് സ്കീമിന്റെ ഭാഗമായാണ് പ്ലാൻ ചെയ്തതെങ്കിലും മുഴുവൻ കുട്ടികളും അതിന്റെ ഭാഗമായി പ്രവർത്തിക്കണം, പങ്കെടുക്കണം എന്ന് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വർക്കിംഗ് ഡേയിൽ ഈ പരിപാടി നമ്മൾ സംഘടിപ്പിച്ചത്. സമ്മാന വിതരണവും ബോധവൽക്കരണ ക്ലാസിന്റെ നിർവഹണവും കായംകുളം ഡിവൈഎസ്പി ടി ബിനുകുമാർ നിർവഹിച്ചു. മാതാപിതാക്കൾ, രക്ഷിതാക്കൾ എത്രയോ കഷ്ടപ്പെട്ടാണ് നമ്മളെ ഈ പഠിക്കാൻ വേണ്ടി പറഞ്ഞു വിടുന്നത്. ഏറ്റവും നല്ല ഡ്രസ്സ് വാങ്ങിത്തരുന്നു, ഏറ്റവും നല്ല ആഹാരം തരുന്നു, ഏറ്റവും നല്ല വീട് വെച്ച് നമ്മളെ താമസിപ്പിക്കുന്നു, ഏറ്റവും നല്ല പാഠപുസ്തകങ്ങൾ വാങ്ങിത്തരുന്നു, ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അയക്കുന്നു. ഇതൊക്കെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ്. ഒരുപക്ഷെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത്രയും വയസ്സായവരല്ല നിങ്ങളുടെ അച്ഛനും അമ്മയും. കാരണം നിങ്ങളുടെ പ്രായം അതാ. അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾ അത്രയും പ്രായമുള്ളവരല്ല. നിങ്ങളുടെ അമ്മയുടെ അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്ത തലമുറ, മുൻ തലമുറ നോക്കിക്കഴിഞ്ഞാൽ അവരൊത്തിരി വയസ്സായവരാണ്, അല്ലേ? നമ്മളിന്ന് ജനിച്ചു വീഴുന്ന ഓരോ കുട്ടികളും ഓരോ ദിവസം കഴിയും തോറും അവർ ബുദ്ധിപരമായിട്ട് വളരെ വളർച്ച കൂടുതലാണ്. നിങ്ങളെക്കാളും നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും എത്രയോ ബുദ്ധിയാണ് നിങ്ങൾ ഓരോരുത്തരും. നിങ്ങൾ നാളെ കുടുംബജീവിതം ആരംഭിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന മക്കൾ നിങ്ങളെക്കാളും 7 പറം ബുദ്ധിയുള്ളവരായിരിക്കും. അതിന് ഉദാഹരണം ഈ ഇരിക്കുന്ന നിങ്ങൾക്ക് ഈ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം ഏകദേശം അറിയാവുന്നവരാണ്. നിങ്ങളുടെ അച്ഛനെയും അമ്മയും എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഈ മൊബൈലിൻ്റെ ഫോണിൻ്റെ ഉപയോഗം എത്രമാത്രം അറിയാൻ പറ്റും? നിങ്ങളുടെ മുത്തശ്ശനെയും മുത്തശ്ശിയും എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഈ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം എത്ര അറിയാൻ പറ്റും? ചിലപ്പോൾ ഒന്ന് കുത്തി വിളിക്കാനും ചിലപ്പോൾ ഒന്ന് കുത്തി ഓഫ് ചെയ്യാനും മാത്രമേ അറിയാം. ശരിയല്ലേ? അമ്മയ്ക്കും അച്ഛനും ഒക്കെ ചിലപ്പോൾ വാട്സാപ്പും ഫേസ്ബുക്കും ചിലപ്പോൾ ഇൻസ്റ്റയും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. നമുക്കങ്ങനെയല്ല, നമുക്ക് ഇത്രയും വിദ്യാഭ്യാസമുണ്ട്. പക്ഷേ ഒരു KG ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ്, അല്ലെങ്കിൽ ഒരു LKG അല്ലെങ്കിൽ UKG അല്ലെങ്കിൽ പ്രീ പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു മൊബൈൽ കിട്ടിയാൽ നിങ്ങൾക്കൊരു പക്ഷേ അറിയാവുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ ആധികാരികത ഓരോ കുഞ്ഞിനും അറിയാൻ പറ്റും. NSS പ്രോഗ്രാം ഓഫീസർ K കിരൺ, ജയമണി, രേഖ, ജസീന, ധന്യ, അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ മേരി മിനി, ജയകുമാർ, സുൽകുമാർ, ദീപ, നന്ദഗോപൻ എന്നിവർ പങ്കെടുത്തു. വോളണ്ടിയർ സെക്രട്ടറി നീതിക നന്ദി പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.